എന്തായാലും ബില്ല പൈസ വെച്ചിട്ട് പോയാ അതേ ഉള്ളൂ കയ്യില്. പൈസ വെച്ചിട്ടേ ഇവിടുന്ന് പോയാ മതി. തന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ എനിക്കറിയാം. വാങ്ങിക്കും. എന്റെ കയ്യിലല്ല, തന്റെ അപ്പുറത്തെ ഞാൻ വാങ്ങിക്കും. വാങ്ങിക്കോ എന്തായാലും വാങ്ങിക്കും. ഏഴോടാ അവിടെ കളി. അല്ല പിന്നെ ദേഷ്യം വരാതിരിക്കോ? ശരീരം കണക്കിട്ട് കുറച്ച് നാളെ ഒരു കൊച്ചു മിമിക്രി പരിപാടിയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെയെല്ലാം അകമഴിഞ്ഞ പ്രോത്സാഹനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. നമുക്കറിയാം, ഇന്ന് കേരളം എക്കാലത്തും നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണിയാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സിനിമാ രംഗത്തെ പ്രവർത്തകർ പ്രതികരിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ശ്രദ്ധയെ ഒരു ചാനലിന്റെ വാർത്താ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ യോഗം പുരോഗമിക്കുകയാണ്. എല്ലാവരും കേരളത്തിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗം പുരോഗമിക്കുന്ന ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി ശ്രീ തങ്കപ്പൻ ലൈനിൽ ചേരുന്നു. തങ്കപ്പൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? യോഗം കഴിയാറായോ? എന്താണ് നിലപാടുകൾ? തീർച്ചയായും വളരെ ക്രിയാത്മകമായിട്ട് തന്നെ എല്ലാവരും പ്രതികരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. യോഗം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു. തുടർന്ന് നമുക്ക് അവരെ നേരിട്ട് ലൈനിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി. യോഗം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് നേരിട്ടവരെ ലൈനിൽ ബന്ധപ്പെടാവുന്നതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തങ്കപ്പൻ. നന്ദി തങ്കപ്പൻ. യോഗം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇതാ ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നമ്മോടൊപ്പം ചേരുന്നു. ഉമ്മൻചാണ്ടി സാർ, യോഗം അവസാനിച്ചിരിക്കുന്നു. എന്താണ് കേരള ജനതയോട് അങ്ങേക്ക് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞോ ഞാനതനുസരിച്ചിരിക്കും. ഹൈക്കമാൻഡ് എന്നോട് നടക്കാൻ പറഞ്ഞാൽ ഞാൻ നടക്കും. ഹൈക്കമാൻഡ് എന്നോട് ഇരിക്കാൻ പറഞ്ഞാൽ ഞാനിരിക്കും. ഹൈക്കമാൻഡ് എന്നോട് രാജിവെക്കാൻ പറഞ്ഞാൽ അവന് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നന്ദി ശ്രീ ഉമ്മൻചാണ്ടി സാർ. ഇപ്പോൾ സിനിമാ നടൻ മധു സാർ ലൈനിലുണ്ട്. മധു സാർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശൈലൻസ് മുല്ലപ്പെരിയാർ കംപ്ലീറ്റ് ചെമ്മീൻ നട്ടുകൊടുത്താണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കറുത്തമ്മയായിട്ട് പോകുമ്പോ വല്ലപ്പോഴൊക്കെ മൊളീശങ്കറി വെച്ച് കൂട്ടാമല്ലോ. വളരെയധികം നന്ദി മധു സാർ. ഇപ്പോൾ ഇന്ദ്രൻസ് ലൈനിലുണ്ട്. ഇന്ദ്രൻസ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എങ്ങനെ ഇരിക്കും മുല്ലപ്പെരിയാർ ഇങ്ങനെ പോയാൽ? ചിലപ്പോൾ തറയിലിരിക്കും, അല്ലെങ്കിൽ കസയിലിരിക്കും, അതുമല്ലെങ്കിൽ വീട്ടിലിരിക്കും. അധികം നന്ദി ഇന്ദ്രൻസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ ലൈനിലുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. മുല്ലപ്പെരിയാർ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു. എറണാകുളത്ത് വെച്ചായിരുന്നു ചർച്ച. അങ്ങനെ എറണാകുളത്ത് നടന്ന ചർച്ച അതെങ്ങനെ രഹസ്യ ചർച്ചയായിട്ട് മാറും? നിങ്ങൾ പത്രക്കാര് എന്ന് പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു നിലപാടുണ്ട്. നന്ദി പിണറായി വിജയൻ. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ചില പ്രമുഖർ ലൈനിലുണ്ട്. സത്യൻ മാഷ് ഒപ്പം ചേരുന്നു. സത്യൻ മാഷ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തടിയ ഞാൻ നാളെ അമേരിക്കക്ക് പോവാ. ചൂണ്ടയിടാൻ. ചൂണ്ടിട്ട് വരുമ്പോ ഒരു വലിയ മീൻ കൊണ്ടുവരാം. ഒബാമ
നന്ദി ശ്രീ സത്യൻ മാഷ് ഞങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ ശ്രീ നസീർ നായനുണ്ട്. നസീർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നിങ്ങളെല്ലാം കണ്ടപ്പോൾ ശരിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. ആ മുല്ലപ്പെരിയാർ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു. എന്റെ കഴിവിന്റെ പരമാവധി ഇതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു. ഇനിയും ശ്രമിക്കാനും ഞാൻ ഒരുക്കമാണ്. ഇത് സത്യം, സത്യം, സത്യം. നന്ദി ശ്രീ നസീർ സാർ. ഇപ്പോൾ കരുണാകരൻ സാർ ലൈനിലുണ്ട്. കരുണാകരൻ സാർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മുല്ലപ്പെരിയാർ വിഷയം എന്റെ മോൻ ചുരുളിയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യണേ. അദ്ദേഹം പറയുന്നതിലും കാര്യമില്ലാതില്ല. ഞാനാണ് മുല്ലപ്പെരിയാർ വിഷയം ഏറ്റെടുത്തെങ്കിൽ വളരെ ഗംഭീരമാക്കി തന്നേനെ. നന്ദി കരുണാകരൻ സാർ. മുരളീധരൻ സാർ ഞങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും അഴീക്കോട് മാഷ് ലൈനിലുണ്ട്. അഴീക്കോട് മാഷ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ വിഷയമാണ്. മുല്ലപ്പെരിയാർ എന്ന വാക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത് മുല്ല എന്ന് പറയുന്ന സസ്യത്തിൽ നിന്നാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആകാശത്തിന് കീഴിലുള്ള ഒന്നിനെയും അത് വെറുതെ വിടില്ല. നന്ദി അഴീക്കോട് മാഷ് ഞങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ കണ്ണാടി ഗോപകുമാർ ലൈനിലുണ്ട്. കണ്ണാടി ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടി വളരെ വ്യത്യസ്തമായ പരിപാടിയുമായിട്ടാണ് ഇലക്കം നിങ്ങളോടൊപ്പം ചേരുന്നത്. എല്ലാവർക്കും കണ്ണാടി കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നന്ദി. വളരെയധികം നന്ദി. ഇതോടുകൂടി എന്റെ കൊച്ചു മിമിക്രി പരിപാടി അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഒഴിവുണ്ടോ? ഒഴിവുണ്ടല്ലേ? ഒഴിവുണ്ട്. എന്താ ഡയൽ ചെയ്തില്ലേ? ആ റിസീവർ എടുത്ത് ഡയൽ ചെയ്തോ. റിസീവർ എടുത്തോ? എന്നാ ഡയൽ ചെയ്തോ. ഡയൽ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ആശ്വാസമായത്. അതിന് താൻ ഫോൺ ചെയ്യില്ലല്ലോ. ഫോൺ ചെയ്യാതെ പൈസയോ? മോനെ, മനസ്സിൽ ഒരു ലഡു പൊട്ടി. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. എത്രയാ പൈസ മക്കളെ?